നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനലിസിസ് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ്. എനി ഫർദർ ഡിലേ ഇൻ സെൻസസ് ടേക്കിംഗ് ഈസ് പെർലെസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ആ ഒരു ആർട്ടിക്കിളിന്റെ മെയിൻലി കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമുക്കറിയാം സെൻസസ് നടത്തേണ്ട 2021 സെൻസസ് കണ്ടക്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ 2021 കണ്ടക്ട് ചെയ്തിട്ടില്ല. ബട്ട് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് സെൻസസ് ഈ പറഞ്ഞ പോലെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് സെൻസസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ചെറിയ പറഞ്ഞ പോലെ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ ആ ഒരു ബേസിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇനിയും ഈ പറഞ്ഞ പോലെ സെൻസസ് കണ്ടക്ട് ചെയ്യാൻ വൈകരുത്. കാരണം ഓൾറെഡി തന്നെ 2021 കണ്ടക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ 3 വർഷം വൈകും. അപ്പം ഇനിയും കണ്ടക്ട് ചെയ്യാനായിട്ട് വൈകരുത് എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് ആ ഒരു എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ആ ആർട്ടിക്കിൾ പഠിക്കാൻ നേരത്ത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ ടോപ്പിക് ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് 2024 ബന്ധപ്പെട്ടാണ്. ഇതിപ്പോൾ റീസെന്റ് പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടല്ല, ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടാണ്. ILO ആണ് പബ്ലിഷ് ചെയ്യുന്നത്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിനകത്ത് അത് ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് അവർ പബ്ലിഷ് ചെയ്തതാണ്. ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് അവർ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടാണ്. പക്ഷേ ആ റിപ്പോർട്ടിനകത്തെ കുറച്ച് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിട്ട്, മീൻസ് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത ഡേറ്റാസ് ശരിയല്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇന്ത്യ ILOയെ സമീപിക്കാൻ പോകുന്നു എന്ന രീതിയിലേക്കാണ് അത് വാർത്ത വന്നിരിക്കുന്നത്. ശരി, അത് നമുക്ക് എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവാണ്. കാരണം അൺഎംപ്ലോയ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി മൂന്നാമത് സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. സുപ്രീം കോർട്ട് ലോക് അദാലത്ത് ഡ്രൈവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. കാരണം ഇപ്പോൾ നിലവിൽ നമ്മൾ ഒരുപക്ഷെ വാർത്തയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള 75th ആനിവേഴ്സറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന കേസുകളുടെ എണ്ണമൊക്കെ വളരെയധികം കുറയ്ക്കാനായിട്ടും സുപ്രീം കോടതി ഇപ്പോൾ ഒരു വീക്ക് ലോങ് ലോക് അദാലത്ത് ഡ്രൈവ് കണ്ടക്ട് ചെയ്യുന്നു എന്ന രീതിയിലേക്ക് വാർത്തകൾ വന്നിട്ടുണ്ട്. സോ അതും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിൽ വരുന്ന കാരണമാണ് ജനറൽ സ്റ്റഡീസ് 2 പെർസ്പെക്റ്റീവിൽ നമ്മളത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ദെൻ നാലാമത്തെ ടോപ്പിക് ബീഹാർ റിസർവേഷൻ ആക്ട് 2023 ആണ്. അതായത് ബീഹാർ ഗവൺമെന്റ് റീസെന്റ് കുറച്ച് നാളായി, മീൻലി പറഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ ബീഹാറിൽ ഇലക്ഷൻ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവിടുത്തെ നിയമസഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന് തൊട്ട് മുന്നേ അവർ അവിടെ റിസർവേഷന്റെ ക്രൈറ്റീരിയ, മീൻസ് റിസർവേഷന്റെ പെർസെൻറ്റേജ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിസർവേഷൻ ഉയർത്തിയത് ബേസിക്കലി അവിടുത്തെ ഹൈക്കോടതി അത് ഈ പറഞ്ഞ പോലെ റദ്ദാക്കി കളഞ്ഞു, സ്ക്വാഷ് ചെയ്ത് കളഞ്ഞു. പക്ഷേ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ബീഹാർ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയി. അപ്പോൾ സുപ്രീം കോടതിയും ആ ഒരു റിസർവേഷനെ ഈ പറഞ്ഞ തള്ളിക്കളയാനായിട്ടാണ് ചാൻസ് എന്നുള്ള രീതിയിലേക്ക് വാർത്ത വന്നിരിക്കുന്നത്. സോ അത് ആ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് അവിടെ ആ ഒരു ആർട്ടിക്കിളിൽ പഠിക്കാനായിട്ടുണ്ട്. സോ ബീഹാർ റിസർവേഷൻ ആക്ട് 2023 ഗവേണൻസ് GS 2 ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാരണം ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ ഈ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൽ നിന്നും പ്രിലിംസിന്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ടോപ്പിക്ക് നമുക്ക് MCQ ആയിട്ട്, പ്രിലിംസ് ബേസ്ഡ് MCQ ആയിട്ട് നമ്മൾ സോൾവ് ചെയ്തായിരിക്കും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക് നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. എനി ഫർദർ ഡിലേ ഇൻ സെൻസസ് ടേക്കിംഗ് ഇസ് പെർലെസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മെയിൻലി ഡീൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ ഇതിനകത്ത് കീവേഡ് അതാ സെൻസസ് ആണ്. സെൻസസ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കീവേഡ്. അപ്പോൾ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു ആർട്ടിക്കിലേക്ക് ഫർദർ ഓൺ മൂവ് ചെയ്യാം. അപ്പോൾ സെൻസസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്കറിയാം ഇറ്റ്സ് ഒരു ഡെസിനിയൽ എക്സസൈസ് ആണല്ലോ. ഇന്ത്യയിലെ സെൻസസ് എന്ന് പറയുന്നത് ഒരു ഡെസിനിയൽ എക്സസൈസ് ആണ്. ഡെസിനിയൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ എല്ലാ 10 വർഷം 10 ഇയേഴ്സ് കൂടുമ്പോഴാണ് നമ്മൾ സെൻസസ് നമ്മുടെ രാജ്യത്ത് കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ലാസ്റ്റ് പറയുവാണെങ്കിൽ ഇവിടെ ഒഫീഷ്യലായിട്ട് കണ്ടക്ട് ചെയ്ത സെൻസസ് എന്ന് പറയുന്നത് 2011 ഒഫീഷ്യലി ലാസ്റ്റ് കണ്ടക്ട് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് 10 വർഷം കഴിയുമ്പോഴേക്ക് 2021 കണ്ടക്ട് ചെയ്യേണ്ടതായിരുന്നു. അതിൻ്റെ നടപടികൾ ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം 2019 അതിലേക്ക് വേണ്ടുന്ന നടപടികളൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കുമാണ് 2020 നമുക്കറിയാം കോവിഡ് എന്നുള്ള ആ ഒരു പാൻഡമിക് വരുന്നതും അതുമൂലമായി പറഞ്ഞ പോലെ സെൻസസ് താൽക്കാലികമായിട്ട് നിർത്തലാക്കി. വീണ്ടും ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ലോക്സഭ ഈ പറഞ്ഞ പോലെ ഈ ലോക്സഭ സെഷൻ അവസാനിക്കുന്ന മുമ്പ്, മീൻസ് കഴിഞ്ഞ ലോക്സഭയുടെ കാലയളവ് തീരുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ബില്ലൊക്കെ പാസ്സാക്കിയായിരുന്നു. ലൈക്ക് ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് വുമൺ റെപ്രസെന്റേഷൻ, ലോക്സഭയിലൊക്കെ തന്നെ വുമൺ റെപ്രസെന്റേഷൻ ഉയർത്താനായിട്ട് 1/3 സീറ്റ് റിസർവ് ചെയ്ത് വെക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബില്ലൊക്കെ ഈ പറഞ്ഞ പോലെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ബില്ല് നിലവിൽ വരണമെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ ഡീലിമിറ്റേഷൻ കമ്മീഷനൊക്കെ തന്നെ നടപ്പാക്കണം. മീൻസ് ഈ പറഞ്ഞ പോലെ ഇവിടെ എത്രത്തോളം സ്ത്രീകൾ നമ്പർ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ തന്നെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ആക്ട് നമുക്ക് നിയമപരമായിട്ട് ഇവിടെ നടപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഡീലിമിറ്റേഷൻ കമ്മീഷനൊക്കെ തന്നെ ഇവിടെ നടപ്പാക്കേണ്ടത്. പക്ഷേ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നടപ്പാക്കണമെങ്കിൽ ആദ്യം ആര് നടപ്പാക്കണം? ഈ സെൻസസ് എന്നുള്ള കമ്പോണന്റ് നടപ്പാക്കിയതിന് ശേഷം മാത്രമേ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ബേസിക് ഓർത്തിരിക്കുക, സെൻസസ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യമുള്ളതാണ്. അടുത്ത സ്ലൈഡിൽ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പഠിക്കാം. ബേസിക്കലി ഒരുപാട് മീൻസ് ഗവൺമെന്റ് പോളിസി ഡിസിഷൻസിലൊക്കെ തന്നെ സെൻസസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ബേസിക്കലി ഇവിടെ എത്രത്തോളം ജനങ്ങൾ താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ പരിപാടിയുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന് അത് ബെറ്റർ ഡിസിഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇന്ത്യയിലെ സെൻസസ് എന്ന് പറയുന്ന ഒരു ഡെസിനിയൽ എക്സസൈസ് ആണ്. 2011 ലാസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുള്ള കാര്യം ഓർക്കാം.
ഈ പറഞ്ഞ പോലെ സ്ലൈഡിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ ഇവിടെ മെയിൻലി ഡീൽ ചെയ്യുന്ന ആ ഒരു മീൻസ് ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ മനസ്സിലാക്കേണ്ടത് ഈ സെൻസസിന്റെ പ്രത്യേകത മീൻസ് സെൻസസ് നടപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ്, നമുക്ക് ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് മെയിൻലി മനസ്സിലാക്കേണ്ടത്. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് കോംപ്രഹെൻസീവ് സോഴ്സ് ഓഫ് ഡാറ്റ. സെൻസസ് എന്ന് പറയുന്നത് ഒരു കോംപ്രഹെൻസീവ് എല്ലാ അർത്ഥത്തിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡെമോഗ്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് മീൻസ് ജനങ്ങളുടെ ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുമുള്ള വിവരങ്ങളും നമുക്ക് സർക്കാരിന് കിട്ടുന്ന ഒരു ഡേറ്റയാണ് സെൻസസ് എന്ന് പറയുന്നത്. ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് 15-നും 59-നും ഇടയിൽ എത്രമാത്രം ആളുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ സെൻസസ് എടുക്കുമ്പോൾ വീടുകളിലൂടെ ഈ പറഞ്ഞ ആളുകളുടെ പ്രായവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എത്ര അംഗങ്ങളുണ്ട് വീട്ടിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു രാജ്യത്തിന്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്ക് മനസ്സിലാക്കുന്നത് സെൻസസ് ഡേറ്റയിലൂടെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കും. അതേപോലെ ഹെൽത്ത് സർവേ, എഡ്യൂക്കേഷൻ സർവേ, അഗ്രികൾച്ചർ സർവേ, ഇതെല്ലാം ഈ ഒരു സെൻസസിനോടൊപ്പം തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെ കാര്യങ്ങൾ സർക്കാരിന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഇറ്റ് വിൽ ലീഡ് ടു എ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു സംസ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ ഈ 15-നും 59-നും ഇടയിൽ നല്ല ശതമാനം ആൾക്കാരുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മീൻസ് യൂത്ത് നല്ലൊരു രീതിയിൽ ആ ഒരു വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ സർക്കാരിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് അറിയാതിരുന്നു കഴിഞ്ഞാലോ നല്ല രീതിയിൽ എംപ്ലോയ്മെന്റും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഏജ് ഓൾഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളും പോളിസികളും സർക്കാർ കൊണ്ടുവരണം. ഇനി സ്ത്രീകളുടെയും കുട്ടികളുടെ എണ്ണം കൂടുതലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അത് ആ രീതിയിൽ അലൈൻഡ് ആയിട്ടുള്ള പോളിസികൾ ഗവൺമെന്റിന് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ ഇവിടെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ബെറ്റർ പോളിസി ആൻഡ് പ്ലാനിങ്ങിലേക്ക് ഗവൺമെന്റിന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ആദ്യം ആര് കണ്ടക്ട് ചെയ്യണം? സെൻസസ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഓർത്തിരിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വുമൺ റെപ്രസെന്റേഷൻ ലോക്സഭയിലൊക്കെ ആണെങ്കിൽ പാർലമെന്റിലാണെങ്കിൽ വുമൺ റെപ്രസെന്റേഷൻ 1/3 റെപ്രസെന്റേഷൻ ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്പർ എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയണം. കാരണം ആ നമ്പർ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഡിവൈഡ് ചെയ്യാനായിട്ട്. അതിനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നടപ്പാക്കണം. ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനും ഒക്കെ തന്നെ വരണമെങ്കിൽ നമുക്ക് നിലവിൽ ഏത് കണ്ടക്ട് ചെയ്യണം? സെൻസസ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് തന്നെയാണ്. സോ സെൻസസ് എന്ന് പറയുന്ന ഒരുപാടധികം ഈ പറഞ്ഞ പോലെ പ്രവർത്തനങ്ങൾ, ഒരുപാട് പ്രോഗ്രാംസിന്റെ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി അടുത്തൊരു പോയിന്റ് ആണ് ഡിമാർക്കേഷൻ. ഇതാണ് ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസീസ് ഡിമാർക്കേറ്റ് ചെയ്യുന്ന നമ്മൾ കാര്യം തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസംബ്ലി മണ്ഡലങ്ങൾ. ഇങ്ങനെ മണ്ഡലങ്ങളൊക്കെ തന്നെ ഡിവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇലക്ഷൻസ് ഒക്കെയാണല്ലോ സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് പോപ്പുലേഷന് കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ വേണമല്ലോ. ഓരോ മണ്ഡലങ്ങളിലും ഓരോ റെപ്രസെന്റേഷൻ മീൻസ് ഓൾമോസ്റ്റ് ഇത്ര നമ്പർ ഓഫ് ആളുകളെ വേണം റെപ്രസെന്റ് ചെയ്ത് നമുക്കൊരു MP അല്ലെങ്കിൽ MLA തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു വ്യക്തത വരാനായിട്ട് മീൻസ് ആ ഒരു ഈക്വൽ റെപ്രസെന്റേഷൻ വരാനായിട്ട് കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ ഡിമാർക്കേഷൻ ഒക്കെ തന്നെ ആവശ്യമാണ്. ആ ഒരു ക്ലിയർ കട്ട് ഡിമാർക്കേഷൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ പാർലമെന്റിലേക്കുള്ള 1/3 സീറ്റ് റിസർവേഷനും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതും വേണ്ടിയിട്ടും സെൻസസ് കണ്ടക്ട് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം റീസെന്റ് നിങ്ങൾ വാർത്ത കേട്ട് കാണും, 16th ഫിനാൻസ് കമ്മീഷനെ സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോയിന്റ് ചെയ്ത് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 16th ഫിനാൻസ് കമ്മീഷൻ 2026 തൊട്ടിട്ട് അധികാരത്തിലേറുകയുള്ളൂ കേട്ടോ. 2026 വരെ 15th ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്. 2026 ശേഷം 2026ഓടുകൂടിയാണ് 16th ഫിനാൻസ് കമ്മീഷൻ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചാണ്, ഫിനാൻസ് കമ്മീഷനാണ് സർക്കാരിലേക്ക് നിർദ്ദേശം നൽകുന്നത്. ആസ് പെർ ആർട്ടിക്കിൾ 280 പ്രകാരം നിർദ്ദേശം നൽകും. എത്ര രൂപ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റ് എത്ര രൂപ സ്റ്റേറ്റുകൾക്ക് എല്ലാവർക്കുമായിട്ട് വീതിച്ച് നൽകണം. ഇതിനെയാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സസ് എന്ന് പറയുന്നത്. നിലവിൽ അത് 41 രൂപയാണ്. ടാക്സിലൂടെ കളക്ട് ചെയ്യുന്ന എല്ലാവിധ പൈസകളിൽ നിന്ന് 41 രൂപ സംസ്ഥാനങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുത്തിരിക്കണം. ഈ 41 രൂപ ഇവിടെ ഓരോരോ സംസ്ഥാനങ്ങൾക്ക് എത്ര രൂപയിൽ വീതം വീതിച്ചു കൊടുക്കണം, ഇതിനെ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സസ്. അതായത് ഈ 100 രൂപയിൽ നിന്നും 41 രൂപ ഇവിടെയുള്ള എല്ലാ സംസ്ഥാനത്തിനുമായിട്ട് കൊടുക്കുന്ന കേട്ടോ, അല്ലാണ്ട് ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്നതല്ല, എല്ലാ സംസ്ഥാനത്തിനുമായിട്ട് കൊടുക്കുന്നതാണ് ഈ 41 രൂപ. എന്നിട്ട് ഇതിൽ ഈ പറഞ്ഞ പോലെ ഇത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റും കൂടെ കൂടി എസ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്റ്റേറ്റ് 1 ഉണ്ട്, സ്റ്റേറ്റ് 2, ഇങ്ങനെ സ്റ്റേറ്റ് 3, അങ്ങനെ നമ്മുടെ 28 സംസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. സോ അങ്ങനെ ഈ പറഞ്ഞ ഓരോ സംസ്ഥാനത്തിന് എത്ര കൊടുക്കണം? 41 ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് 1 ചിലപ്പോൾ 1 രൂപയായിരിക്കും, സ്റ്റേറ്റ് 2 ചിലപ്പോൾ 4 രൂപയായിരിക്കും, സ്റ്റേറ്റ് 3 ഈ പറഞ്ഞ പോലെ 3 രൂപയായിരിക്കും. ഇങ്ങനെ ആ 41 രൂപയിൽ ഓരോരോ സംസ്ഥാനങ്ങൾക്ക് എത്ര വീതം കൊടുക്കണം എന്നുള്ളതൊക്കെ തന്നെ നിർദ്ദേശിക്കുന്ന ആരാണ്? ഈ ഫിനാൻസ് കമ്മീഷനാണ്. ഇങ്ങനെ നിർദ്ദേശിക്കാനായിട്ട് ഫിനാൻസ് കമ്മീഷൻ കൃത്യമായിട്ടും പോപ്പുലേഷൻ അതിനകത്തൊരു മാനദണ്ഡമാണ്. കാരണം പോപ്പുലേഷൻ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്കാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പൈസ അതിനകത്ത് കിട്ടുന്നത്. അതും വലിയൊരു ആർഗ്യുമെന്റ് ഉന്നയിക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സദേൺ ഇന്ത്യ സ്റ്റേറ്റ്സുകൾ ഈ ക്രൈറ്റീരിയക്കെതിരെ പ്രതിഷേധിക്കുന്നത്. കാരണം സദേൺ ഇന്ത്യ സ്റ്റേറ്റുകളിൽ പോപ്പുലേഷൻ ഒരു കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് നടത്തിയത് കാരണം നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ കുറവാണ്. എന്നാൽ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ പോപ്പുലേഷൻ കൺട്രോളും കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് ചെയ്യാത്തത് കാരണം അവിടെ പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക് വീണ്ടും വീണ്ടും കൂടുതൽ പൈസ കിട്ടുന്നു. അങ്ങനെ ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതിന്റെ പുറത്തുണ്ട്. എന്നാൽ കൂടിയും ഇത്തരത്തിൽ ടാക്സുകൾ കൃത്യമായിട്ടും വീതിച്ച് നൽകണമെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ ഈ സെൻസസിന്റെ ഡേറ്റ കിട്ടണം. കാരണം ലാസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ, അതായത് ഇപ്പം റണ്ണിംഗ് ആയിട്ടുള്ള 15th ഫിനാൻസ് കമ്മീഷൻ ഉപയോഗിക്കുന്നത് 2011 സെൻസസിന്റെ ഡേറ്റയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം പറയുവാണെങ്കിൽ 13 വർഷത്തോളം
പഴക്കമായിട്ടുള്ള ഡേറ്റയാണ് 2011 ഡേറ്റ. അപ്പോൾ അത് തന്നെ വെച്ചിട്ട് വീണ്ടും 16th ഫിനാൻസ് കമ്മീഷൻ ഈ ടാക്സിൻ്റെ ഡെവല്യൂഷൻ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ 11ലെ പോപ്പുലേഷനെ വെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അത്രയും പോപ്പുലേഷൻ ഇല്ലാത്ത ചില സംസ്ഥാനങ്ങളിൽ അത് അത്ര ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. എന്നാൽ ഈ പറഞ്ഞ പോപ്പുലേഷൻ വേരിയേഷൻ വന്ന സംസ്ഥാനത്ത് ചിലപ്പം കിട്ടാതെ വരാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ഫണ്ട് ഡിവല്യൂഷന് വേണ്ടിയിട്ട് ഫിനാൻസ് കമ്മീഷന് ലേറ്റസ്റ്റ് സെൻസസ് ഡേറ്റ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെ തന്നെയാണ് എത്രയും പെട്ടെന്ന് സെൻസസ് കണ്ടക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പോൾ മെയിൻലി നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ സെൻസസ് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. അതോടൊപ്പം ഈ പറഞ്ഞ പോലെ സെൻസസിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആണ് മെയിൻലി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. രണ്ടാമത്തെ ആർട്ടിക്കിളാണ് സെൻട്രൽ ലൈക്ലി ടു മൂവ് ILO എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് എഗെയിൻസ്റ്റ് ഇറ്റ്സ് ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട്. അപ്പോൾ ആദ്യമേ ഒരു കാര്യം ഓർക്കണം, ഞാൻ പറഞ്ഞത് കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത് കറണ്ട് അഫെയർ അല്ല, മീൻസ് ഒരു 2 മാസം മുമ്പത്തെ കറണ്ട് അഫെയർ ആയിട്ട് വേണമെങ്കിൽ പറയാം. മാർച്ച് 2024 ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇത് ആര് ചേർന്നാണ് പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് പ്രിലിംസിന് അറിഞ്ഞു വെച്ചേക്കാം. ഈ ഒരു ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റും ILOയും കൂടെ ചേർന്നിട്ട് പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട്. ആനുവലി പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന്റെ 2024 റിപ്പോർട്ടാണ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ഒന്ന് നമുക്ക് നോക്കിയിരിക്കാം, കാരണം അത് വെച്ചിട്ടും ചോദ്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ. സോ ഇതാണ് ആ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് പറയുവാണെങ്കിൽ. റൈറ്റ് സൈഡിൽ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് 2000, 2012, 2019, 2022 ഈ 4 കാലഘട്ടത്തിലെ കമ്പാരിസൺ ആയിട്ടുള്ള ഡേറ്റ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ ലേറ്റസ്റ്റ് പബ്ലിഷ് ചെയ്ത 2024 റിപ്പോർട്ടിനകത്ത് എടുത്ത ഡേറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് 2000-നും 2022-നും ഇടയിലാണ്. നാഷണൽ സാമ്പിൾ സർവേയുടെയും പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെയും 2000 മുതൽ 2022 വരെയുള്ള റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഇന്ത്യ എംപ്ലോയ്മെന്റ് 2024 എന്നുള്ള റിപ്പോർട്ട് ILOയും അതേപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് കൂടെ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ ഒരു ഫൈൻഡിങ്സ് റിപ്പോർട്ടിനകത്ത് ഫൈൻഡിങ്സ് നമുക്ക് നോക്കാം. അതായത് ദ ഫീമെയിൽ ലേബർ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആഫ്റ്റർ ഡിക്ലൈനിങ് സിഗ്നിഫിക്കൻറ്റ്ലി ഇൻ early years took a fast upward trend as of 2019, particularly in rural areas. ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ 2019 ശേഷം സ്ത്രീകളുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതായിരുന്നില്ല 2019 മുമ്പത്തെ അവസ്ഥയെന്നും എടുത്ത് പറയുന്നുണ്ട്. 2019 മുമ്പ് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ റേറ്റ്, ലേബർ ഫോഴ്സിലേക്കുള്ള പാർട്ടിസിപ്പേഷൻ റേറ്റ് വളരെ കുറവായിരുന്നു. 2019 ശേഷം നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതും റിപ്പോർട്ടിനകത്ത് പറയുന്നു. ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറഞ്ഞ ഒരു കാര്യം, വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ ലേബർ മാർക്കറ്റ് ഈസ് സ്ലോ ആൻഡ് സ്റ്റഡി ട്രാൻസിഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ് എവേ ഫ്രം അഗ്രികൾച്ചർ ആൻഡ് ഇൻ ടു ദ നോൺ ഫാം സെക്ടേഴ്സ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ലേബർ ഇന്റൻസീവ് ആയിട്ട് ഇപ്പോഴും എവിടെയാണ് നടക്കുന്നത് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഏരിയയിലാണ് നടക്കുന്നത്. അഗ്രികൾച്ചർ ഏരിയയിൽ നിന്ന് മറ്റു മേഖലകളിലേക്ക്, മീൻസ് സെക്കൻഡറി സെക്ടറിലേക്കോ അല്ലെങ്കിൽ ടെർഷ്യറി സെക്ടറിലേക്കോ നമുക്ക് മാറിയെങ്കിൽ മാത്രമേ ഉള്ളൂ ബെറ്റർ ഈ പറഞ്ഞ പോലെ രാജ്യത്തിന് GDP വൈസ് ഒക്കെ ആണെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് മാറുന്നുണ്ട്, ബട്ട് അറ്റ് സ്ലോ പേസ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിനകത്ത് എടുത്ത് പറഞ്ഞത്. ഇനി മറ്റൊരു ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ ഇസ് പ്രിഡോമിനന്റ്ലി സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് കാഷ്വൽ എംപ്ലോയ്മെന്റ്. അതായത് സ്വയം തൊഴിലുകൾ, സെൽഫ് എംപ്ലോയ്മെന്റും കാഷ്വൽ ഈ പറഞ്ഞ ഡെയിലി വേജസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള എംപ്ലോയ്മെന്റ് ആണ് ഇന്ത്യയിൽ കൂടുതൽ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ സർക്കാരിന് അത് പ്രതിഷേധം ഉണ്ടാകാൻ കാരണം ഈ പോയിന്റ് തന്നെയാണ്. കാരണം ഈ റിപ്പോർട്ടിനകത്ത് എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ എഡ്യൂക്കേറ്റഡ് യൂത്ത് നല്ല രീതിയിൽ അൺഎംപ്ലോയ്മെന്റ് ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞ മറ്റൊരു കാര്യം. എഡ്യൂക്കേറ്റഡ് യൂത്ത് അൺഎംപ്ലോയ്മെന്റ് ഫേസ് ചെയ്യുന്നു. അതായത് ഒരർത്ഥത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിക്കഴിയുമ്പോഴേക്കും ജോലി കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതും ഈ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിനകത്ത് സർക്കാരിന് ഈ പറഞ്ഞ പോലെ എന്താ പറയുക പ്രതിഷേധം ഇടയാക്കിയ രണ്ട് കാര്യങ്ങൾ. അതായത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണക്കാക്കാനായിട്ട് എടുത്ത ഡേറ്റകൾ തെറ്റിപ്പോയി, അല്ലെങ്കിൽ പണ്ടത്തെ ഡേറ്റയാണ് എടുത്തത് എന്ന രീതിയിലേക്കാണ് ഗവൺമെന്റ് ഇപ്പോൾ ആർഗ്യൂ ചെയ്യുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ILOയിൽ ഗവൺമെന്റ് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. എനിവേ ഇങ്ങനെയുള്ള ഫൈൻഡിങ്സ് നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കാം. എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ ഇസ് പ്രിഡോമിനന്റ്ലി സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് കാഷ്വൽ എംപ്ലോയ്മെന്റ് എന്നുള്ളത്. ദെൻ ഈ റിപ്പോർട്ടിനകത്ത് മറ്റൊരു കാര്യമായിരുന്നു, നിയർലി 82% ഓഫ് ദ വർക്ക് ഫോഴ്സ് എൻഗേജസ് ഇൻ ഇൻഫോർമൽ സെക്ടർ. അതായത് ഇവിടെയുള്ള ടോട്ടൽ വർക്ക് ഫോഴ്സിൽ 82% ഇൻഫോർമൽ സെക്ടർ, ഐ മീൻ ഈ പറഞ്ഞ പോലെ റെഗുലർ അല്ലാത്ത ജോലികളിൽ വർക്ക് ചെയ്യുന്ന മേഖലകളിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ആൻഡ് 90% ഇസ് ഇൻഫോർമലി എംപ്ലോയിഡ് എന്നും ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. സോ വൈൽ വേജസ് ഓഫ് കാഷ്വൽ ലേബേഴ്സ് മെയിൻറ്റെയിൻ modest upward trend during 2012 to 22, real wages of workforce either remain stagnant or decline. അതായത് ആളുകളുടെ കിട്ടുന്ന വരുമാനം കൂടിയിട്ടുണ്ട്, പക്ഷേ അവരുടെ റിയൽ വേജ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന നോർമൽ വേജിൽ നിന്ന് റിയൽ വേജ് കണ്ടുപിടിക്കും. നോർമൽ വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ശരാശരി ഓരോ മാസം കിട്ടുന്ന വരുമാനം.
സാലറി എന്ന് പറയുന്നത്. അതിനകത്ത് നിന്ന് മാർക്കറ്റിലെ ഇൻഫ്ലേഷൻ റേറ്റ് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് റിയൽ വേജ്. അതായത് നമുക്ക് നോർമലി കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് നോമിനൽ വേജസ്. നോമിനൽ വേജസ് മൈനസ് ഇൻഫ്ലേഷൻ ഈസ് ഈക്വൽ ടു ഓർ അഡ്ജസ്റ്റഡ് ടു ഇൻഫ്ലേഷൻ. മൈനസ് ആകാം പ്ലസ് ആകാം, പ്ലസ് ഓർ മൈനസ് കിട്ടും കേട്ടോ. പ്ലസ് ഓർ മൈനസ് ഇൻഫ്ലേഷൻ ഈസ് ഈക്വൽ ടു റിയൽ വേജസ്. അപ്പം നോമിനൽ ആയിട്ടുള്ള നമ്മുടെ വേജസിനെ ഇൻഫ്ലേഷനിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് റിയൽ വേജസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോമിനൽ വേജസ് മുകളിലേക്ക് പോകുന്നുണ്ട്, പക്ഷേ റിയൽ വേജസ് ഏതർ റിമെയിൻഡ് സ്റ്റാൻഡ്, അതായത് മാറ്റമില്ലാതെ നിൽക്കുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്ന് പറയുന്നത്. അപ്പോൾ മാറ്റമില്ലാതെ അല്ലെങ്കിൽ കുറയുന്നു എന്ന് പറയുമ്പോഴേക്കും ഉദ്ദേശിക്കുന്ന മാർക്കറ്റിൽ നല്ല രീതിയിൽ ഇൻഫ്ലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ദ മൈഗ്രേഷൻ ലെവൽസ് ഇൻ ഇന്ത്യ ആർ ഓൾസോ നോട്ട് അഡിക്വേറ്റ്ലി ക്യാപ്ചർഡ് ത്രൂ ഒഫീഷ്യൽ സർവീസ്. അതായത് ഒഫീഷ്യൽ സർവേയിലൂടെ ഇന്ത്യയിൽ നിന്നുള്ള മൈഗ്രേഷൻ ഡേറ്റേഴ്സും, അത് മീൻ ഇൻട്രാ മൈഗ്രേഷനും ഇന്റർ മൈഗ്രേഷനും നമ്മൾ മാർക്ക് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും ഈ റിപ്പോർട്ടിനകത്ത് എടുത്ത് പറയും. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ പ്രതിഷേധത്തിനാണ് ഗവൺമെന്റ് ഇപ്പോൾ ILO ഈ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സിനിമ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ റിപ്പോർട്ടിനകത്ത് പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ആണ് നമുക്ക് പഠിച്ചു വെക്കേണ്ടതും. ഇത്തരത്തിൽ ലേബറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ലേബർ ഫോഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി നല്ല പോയിന്റ്സ് ഒക്കെ എഴുതി നമുക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇനി അടുത്ത മൂന്നാമത്തെ ആർട്ടിക്കിളാണ് സുപ്രീം കോർട്ട് ബിഗിൻസ് വീക്ക് ലോങ് ലോക് അദാലത്ത് ഡ്രൈവ് എന്നുള്ളതാണ് ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ കീവേഡ് എന്ന് പറഞ്ഞാൽ ലോക് അദാലത്താണ്. അപ്പോൾ എന്താണ് ലോക് അദാലത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമൽ നമുക്കറിയാം, ഇപ്പം റീസെൻ്റ്ലി സുപ്രീം കോടതിയുടെ പബ്ലിഷ് ചെയ്ത ഡേറ്റ പ്രകാരം സുപ്രീം കോടതിയിൽ അപ്രോക്സിമേറ്റ്ലി 80,000 ആണ്, 80,000 കേസുകളാണ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. അതായത് വിധി കൽപ്പിക്കാതെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് 80,000 കേസുകളുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ വളരെ കാലപ്പഴക്കം ചെന്ന കേസുകൾ പോലും ഉണ്ടെന്നുള്ളതാണ് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. കാരണം ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നുള്ളൊരു പോയിന്റ് നമുക്ക് നമ്മൾ കേട്ടിട്ടും പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് കാര്യങ്ങൾ അർഹിക്കപ്പെടുന്ന ഒരു കാര്യം. ഞാൻ ഈ പറഞ്ഞ അപ്പോൾ ഇത്രത്തോളം പെൻഡിങ് കേസുണ്ട് സുപ്രീം കോടതിയിൽ, 80,000 കേസുകൾ പെൻഡിങ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ സുപ്രീം കോടതിയുടെ 75th ആനിവേഴ്സറി ആണ്. ഇപ്പോൾ 75th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഈ പെൻഡിങ് കേസുകളൊക്കെ തന്നെ കുറയ്ക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതി തീരുമാനപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലോക് അദാലത്ത്. ലോക് അദാലത്ത് എന്ന് പറയുമ്പോഴേക്കും സുപ്രീം കോടതി ഒരു ഇൻഫോർമൽ സിറ്റിംഗ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലേക്ക് വെച്ചത് കേട്ടോ. ഇപ്പോൾ ലോക് അദാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫോർമൽ സിറ്റിംഗ് ആണ്, സിറ്റിംഗ് ഓഫ് കോർട്ടാണ്. കോടതികളുടെ, സുപ്രീം കോടതി നിന്നില്ല, ലോക് അദാലത്ത് ഏത് കോടതി കണ്ടക്ട് ചെയ്താലും അതൊരു ഇൻഫോർമൽ സിറ്റിംഗ് ആണ്. സോ ഇൻഫോർമൽ സിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ ഉദ്ദേശിക്കുന്ന ഒത്തുതീർപ്പാണ്. ഐ മീൻ ആ കേസ് കൊടുത്ത വാദിയും പ്രതി ഈ പറഞ്ഞ പോലെ രണ്ടുപേരെയും വിളിച്ച് അവരുടെ ഈ പറഞ്ഞ പോലെ വക്കീലന്മാരുടെ മധ്യസ്ഥതയിൽ ഈ പറഞ്ഞ പോലെ അതിനെന്തെങ്കിലും ഒത്തുതീർപ്പുകൾ, മീൻസ് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും എന്താണോ അതിന് പരിഹരിക്കാൻ പറ്റുന്ന ഒത്തുതീർപ്പ്, അങ്ങനെ പരിഹരിച്ച് ആ കേസിന് ഫൈനൽ വെർഡിക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ലോക് അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ബേസിക്കലി ഒത്തുതീർപ്പ് എന്നുള്ളതാണ് ഈ ലോക് അദാലത്ത് അല്ലെങ്കിൽ ഇൻഫോർമൽ സിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴേക്കും മെയിൻലി ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വർഷങ്ങളോളം പഴക്കമുള്ള കേസുകളുണ്ട്. അപ്പോൾ ഈ വർഷങ്ങളോളം പഴക്കുന്ന കോടതിയെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇന്ന് കേസ് എടുക്കണം നിർബന്ധമില്ല, എടുത്തു കഴിഞ്ഞാൽ ഇന്നൊന്നും വിധി വരത്തില്ല. പലതവണ അതിൻ്റെ കേസുകളിൽ ഈ പറഞ്ഞ പോലെ വാദം കേട്ടിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ പല കുറി ഇപ്പോൾ സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ ഞങ്ങൾ ഡൽഹി വരെ പോകുന്നത്, എല്ലാ തവണ ഇങ്ങനെ പോകുമ്പോഴത്തെ ഈ ട്രാവലിംഗ് എക്സ്പെൻസ് തന്നെ നോക്കി കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ രീതിയിൽ ഈ പറഞ്ഞ പോലെ എന്താ കാലപ്പഴക്കം ചെന്ന കേസുകളിൽ പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കാനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ഈ ലോക് അദാലത്ത് ഡ്രൈവ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എക്സാമിന് വ്യൂ പോയിന്റിൽ ഓർക്കേണ്ടത് ഇതൊരു ഇൻഫോർമൽ സിറ്റിംഗ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഒത്തുതീർപ്പിലൂടെയാണ് ഇത് പരിഹരിക്കപ്പെടുന്നുള്ള കാര്യമാണ് എക്സാം വ്യൂ പോയിന്റിൽ ഓർക്കേണ്ടത്. മെയിൻസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഇത്രത്തോളം കേസുകൾ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. ഈ പെൻഡിംഗ് കേസുകൾ മാറ്റാനായിട്ടാണ് സുപ്രീം കോടതി ഇടപെട്ട് ഇങ്ങനൊരു ലോക് അദാലത്ത് ഡ്രൈവ് കണ്ടക്ട് ചെയ്യുന്നുള്ള കാര്യം കൂടി ഇന്ന് മനസ്സിലേക്ക് വെച്ചേക്കും. ഓക്കെ, ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത 4ാമത്തെ ആർട്ടിക്കിളാണ് സുപ്രീം കോർട്ട് റിഫ്യൂസസ് ടു സ്റ്റേ ഹൈക്കോർട്ട് റൂളിംഗ് ക്വാഷിംഗ് 65% ക്വാട്ട ഇൻ ബീഹാർ. അതായത് ഇതുമായിട്ട് അസോസിയേറ്റ് നമ്മൾ ഇന്നലെയും പഠിച്ചിട്ടുണ്ടായിരുന്നു, റിസർവേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ ആർട്ടിക്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യമാണ് നമ്മുടെ 1992 92 ആ ഒരു ടൈം പീരിയഡ് എടുത്ത ഇന്ദിരാ സോനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, റിസർവേഷൻസ് ഷാൽ നോട്ട് ക്രോസ് 50% ഓഫ് ടോട്ടൽ സീറ്റ്സ്. ടോട്ടൽ അവൈലബിൾ ആയ സീറ്റിന് 50% മുകളിലേക്ക് റിസർവേഷൻസ് പോകാൻ പാടില്ല. അത് എക്സംഷൻ കുറച്ച് തന്നിട്ടുണ്ട്, അല്ലാതെ നോർമൽ കേസുകളിൽ 50% മുകളിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബീഹാറിൽ ഓൾറെഡി തന്നെ 50% ഉണ്ടായിരുന്നു. ഐ മീൻ കഴിഞ്ഞ വർഷമാണ് അവിടെ, കുറച്ച് നാൾ മുമ്പാണ് അവിടെ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്തത് നിയമസഭയിലേക്കുള്ള. അതിന് തൊട്ട് മുമ്പ് അവിടെ ഓൾറെഡി തന്നെ 50% ഇതുണ്ടായിരുന്നതാണ്, റിസർവേഷൻ ഉണ്ടായിരുന്നതാണ്. ഇലക്ഷൻ ആകാറായപ്പോഴേക്കും ഇവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 എന്നുള്ളത് 65% ഉയർത്തി. അപ്പോൾ ഇത് ഇന്ദിരാ സോനി കേസിൻ്റെ ആ 50% ഇത് ബ്രീച്ച് ചെയ്തല്ലോ. അപ്പോൾ അങ്ങനെ 65% അവർ ഉയർത്തി. അങ്ങനെ ഇതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അവിടുത്തെ ഹൈക്കോടതിയിലെ കേസ് പോവുകയും ഹൈക്കോടതി ഈ വിധിയെ തള്ളിക്കളഞ്ഞു. മീൻസ് ഇങ്ങനെ 50 എന്നുള്ളത് 65 മാറ്റിയത് റദ്ദാക്കി കളഞ്ഞത് അവിടുത്തെ ബീഹാർ ഹൈക്കോടതി ഉത്തരവിട്ടു. ആ ഹൈക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടിട്ടാണ് ബീഹാർ എങ്ങോട്ടേക്ക് പോയത്, സുപ്രീം കോടതിയിൽ പോയത്. അപ്പോൾ സുപ്രീം കോടതിയും എന്ത് ചെയ്തു, സുപ്രീം കോർട്ട് ഓൾസോ റിഫ്യൂസസ് ടു സ്റ്റേ ഹൈക്കോർട്ട് റൂളിംഗ് ക്വാഷിംഗ്. അതായത് സുപ്രീം കോടതി ഒരു കേസിന് പോയത് ഈ ഹൈക്കോടതി പറഞ്ഞ വിധി തള്ളിക്കളയണം എന്ന് പറഞ്ഞാൽ സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞാണ് പോയത്. സുപ്രീം കോടതി അങ്ങനെ ചെയ്തില്ല. ബിക്കോസ് ഈ ഒരു ഇത്തരം 65% എന്ന് പറയുന്ന ഇന്ദിരാ സോനി കേസിൻ്റെ ഈ പറഞ്ഞ പോലെ വെർഡിക്റ്റിനെ തള്ളിക്കളയുന്ന രീതിയിലേക്ക് അതിനെ കണക്കാക്കേണ്ടി വരും. കാരണം 50% ക്രോസ് ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് സുപ്രീം കോടതിയും ഇപ്പോൾ അത് അംഗീകരിക്കാതെ പോയത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഇന്നലത്തെ ആർട്ടിക്കിളൊക്കെ ആയിട്ട് ചേർത്ത് കണക്ട് ചെയ്ത് വായിച്ചാൽ മതി.
ഇന്ദിരാ സോനി കേസിനകത്തെ ആ ഒരു ജഡ്ജ്മെൻ്റ് ആണ് 50% ക്രോസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ് ടു ദ വയലേഷൻ ഓഫ് ഇക്വാളിറ്റി. അതായത് അണ്ടർ ആർട്ടിക്കിൾ 14, 15, 16 തുടങ്ങിയ ആർട്ടിക്കിളിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ഇക്വാളിറ്റി അവിടെ നഷ്ടപ്പെട്ടു പോകും. കാരണം ഓപ്പൺ മെറിറ്റ് ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ അവിടെ കുറഞ്ഞു പോകും. കാരണം 65% റിസർവേഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ 35% സീറ്റുകളിലേക്കേ ഉള്ളൂ ഓപ്പൺ മെറിറ്റ് ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ ഉള്ളത്. അപ്പോൾ അത് ഇക്വാളിറ്റിക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയും ആ ഒരു വിധിയെ ഈ പറഞ്ഞ പോലെ തള്ളിക്കളഞ്ഞത്. ഓക്കെ, ആ ഒരു ഹൈക്കോടതിയുടെ വിധി പറഞ്ഞ പോലെ അംഗീകരിച്ചുകൊണ്ടിട്ട് ബീഹാർ സ്റ്റേറ്റ് ഗവൺമെൻറ് സമർപ്പിച്ച വിധി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത് അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആർട്ടിക്കിൾ വൈസ് പഠിക്കാനുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇനി നമ്മുടെ ആ ഒരു പ്രിലിംസ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്, സെൻസസുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ തന്നെ നോക്കി പെട്ടെന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ആൻസർ നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്